முதல் முறையா ஆம்பளையா பிறந்ததுக்கு வருத்தப்படுற மாமா. இதே நான் பொண்ணா பிறந்திருந்தேன். പൊന്നണ്ണ മാസാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരാളുടെ തലയിൽ നിന്റെ തലയിൽ എന്താ വല്ല സെപ്റ്റിക് ടാങ്കാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യില്ല, അണ്ണന് മറ്റേ സർജറി ചെയ്ത് പെണ്ണായിട്ട് നിങ്ങൾക്ക് തമ്മിൽ റൊമാൻസ് ചെയ്യായിരുന്നല്ലോ, പുതിയ കൺസെപ്റ്റ് ആവുമല്ലോ. എന്തൊക്കെ വന്നാലും മാറരുത് കേട്ടോ. 10-20 കൊല്ലം മുമ്പ് ഇറക്കേണ്ട ഒരു പടമാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. പറയണത് നമ്മുടെ രവിതേജയുടെ മിസ്റ്റർ ബച്ചൻ പറഞ്ഞ പടത്തിനെ പറ്റിയിട്ടാണ്. അജയ് ദേവ്ഗണിന്റെ റെയ്ഡ് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ആണ് ഈ സിനിമ. നമുക്ക് രവിതേജയുടെ പടത്തിനെ പറ്റിയിട്ട് ആദ്യം ഇങ്ങനെയാണ് ഇൻട്രോ പറയുന്നത്: ഗുണ്ട് ഗുണ്ട് ഗുണ്ട്, മിതമായ നിരക്കിൽ ഗുണ്ട് വിൽക്കപ്പെടും, കോണ്ടാക്ട് രവിതേജ. സോ കുറച്ച് കാലമായിട്ട് അണ്ണൻ എന്ത് ചോദിച്ചാൽ പടക്കത്തിന്റെ ഒരു ഹോൾസെയിൽ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. സോ മിതമായ നിരക്കിൽ എല്ലാവർക്കും കിട്ടും. ഈ പ്രൊഡ്യൂസർമാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പടത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവാത്തത്. എന്തായാലും പടക്കത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഒരു പടക്കക്കട തുടങ്ങാൻ കുറച്ച് കാശിങ്ങിൽ റിട്ടേൺ കിട്ടില്ലേ. സോ ഇങ്ങേരെ സിനിമയിലെ നായികമാരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇങ്ങേരെ ഏജ് ഡിവൈഡഡ് ബൈ 4-5 ആ ഏജിന്റെ വെച്ച് നായികയെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ നായിക ആ സിനിമയോട് കൂടി അവർ ഫീൽഡ് ഔട്ട് ആക്കി വിടും. സോ ഈ സിനിമയിൽ നമ്മുടെ നായകൻ ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്, സസ്പെൻഷനിൽ ഇരിക്കുകയാണ്. മ്യൂസിക് ബാൻഡ് ഒക്കെ തുടങ്ങിയിട്ട് അപ്പൊ തന്നെ ഒരു 3 പാട്ടും. പിന്നെ ഒരു ഓഫീസർ വന്ന് പറയും, നിങ്ങൾ വലിയൊരു ഡോണിന്റെ വീട് റെയ്ഡ് ചെയ്യണം, നിങ്ങൾ തന്നെ വരണമെന്ന്. പിന്നെ അവിടെ പോയിട്ട് 5 ദിവസത്തെ ടെസ്റ്റ് മാച്ചാണ്. 5 ദിവസമാണ് റെയ്ഡ് ഇട്ടാ. 2.5 മണിക്കൂറിന്റെ പടത്തിൽ 5 ദിവസത്തെ റെയ്ഡ്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഫോറിൻ കൺട്രി പോയിട്ട് 2 പാട്ട്. അണ്ണാ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഈകള് പറഞ്ഞ ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു, അതിൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ട്. ഇതിൽ ഒരു വസ്തു പറയുന്ന സാധനം കാണാനില്ല. സോ നെറ്റ്ഫ്ലിക്സിൽ പടം അവൈലബിൾ ആണ്. മിസ്റ്റർ ബച്ചൻ എന്നൊക്കെ പേരിട്ടിട്ട് എന്തോ കോണക പടമാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. സോ രവിതേജ ഫാൻസിന് കണ്ട് സംതൃപ്തി അടയാ. ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത് ബേസിൽ ജോസഫ് സ്റ്റാർ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ പടമാണ് നുണക്കുഴി. സോ ഈ സിനിമയിൽ നമ്മുടെ നായകൻ നായികയും തമ്മിലുള്ള ഇന്റിമേറ്റ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കണ്ട് കോൾമയിര് കൊള്ളുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളാണ്. സോ ഇൻകം ടാക്സ് റെയ്ഡിന് വരുന്ന സമയത്ത് ഈ ലാപ്ടോപ്പ് എടുത്തിട്ട് പോകുന്നു. സോ പിന്നീട് ആ ലാപ്ടോപ്പ് തപ്പിപ്പോണ കഥയാണ് ഈ സിനിമ പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയി തോന്നി. ജിത്തു ജോസഫിനെ പോലൊരു ഡയറക്ടർ ഇത്രയും തരം താഴ്ന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമോ എന്നുള്ളതാണ്. നമ്മളൊക്കെ അങ്ങേരെ കുറച്ച് സ്റ്റാൻഡേർഡിലാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന കോമഡി ഒക്കെ ഉള്ള ഒരു പടമാണ്. പിന്നെ ചാളി 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ ഇത്രയും വലിയ ചാളി ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ബേസിൽ ഈ 1-2 പടം 100-150 കോടി ഈ ഒരു ജോണറിൽ വന്ന സമയത്ത് എല്ലാ പടത്തിലും ഈ കോപ്രായം കാണിച്ച് ഹിറ്റ് ആവുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് പോയോ എന്നാണ് എന്റെ സംശയം. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ നിഖില വിമൽ ആസ് യൂഷ്വൽ മുഖത്ത് കടന്നലൂത്തി അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. ഗ്രേസ് ആന്റണി, അതേപോലെ തന്നെ സിദ്ദിഖ്, പിന്നെ നമ്മുടെ ബൈജു, ഇവരൊക്കെയാണ് കിട്ടിലനായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ബാക്കി അത്ര വലിയ നല്ലൊരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയത്. ഇങ്ങനെ തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി പറഞ്ഞൊരു സിനിമയുണ്ട്, അതിന്റെ ഒരു വേറെ വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനമൊക്കെ എന്തൊക്കെ കാണിച്ചു കൊണ്ടേ നിർത്തിയിട്ട് മേ ബി കണ്ടിന്യൂഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ കാണാൻ വയ്യ, ഇനിയിപ്പോ അതിന്റെ സെക്കൻഡ് പാർട്ട്. സോ ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. C5 അവൈലബിൾ ആണ്. ചില സൈജു കുറുപ്പിന്റെ ഒക്കെ ചില കോമഡി സീൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സോ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ സമയം പോവാതിരിക്കാന്ന് വെച്ചാൽ കാണാൻ പറ്റിയ ഒരു പടം, അത്രേ ഉള്ളൂ. ജലധാര പമ്പ് സെറ്റ്. സോ ഈ സിനിമയിൽ ഇന്ദ്രൻസ് ആണ് കള്ളൻ. ആള് പമ്പ് സെറ്റ് മോഷ്ടിക്കാൻ വേണ്ടി വരുന്നു. വിജയരാഘവൻ ഉർവശിയുടെ വീട്ടിലാണ് വരുന്നത്. അവിടുന്ന് പോലീസ് പിടിക്കുന്നു, പിന്നെ കോടതി കേസ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഒരു പമ്പ് സെറ്റ് മോഷ്ടിക്കാൻ വന്നത് ഒരു ആറ്റം ബോംബ് ഇട്ട പോലെ എങ്ങനെ പ്രസന്റ് ചെയ്ത് എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ബബിൾക്കം പറഞ്ഞ എക്സ്ട്രീം ലെവൽ ബബിൾക്കം വലിച്ചങ്ങോട്ട് നീട്ടിയിരിക്കുകയാണ്. ഉർവശി കോടതി പോകും, അടുത്ത മാസമാണ് ഹിയറിംഗ് വരും. ഉർവശി വീണ്ടും കോടതി പോകും, അടുത്ത മാസമാണ് ഹിയറിംഗ് പറയും. ഇതന്നെ സാധനം പോകുമ്പോ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയോ? പ്രതിക്കുള്ള പൊതിച്ചോറ്, ഉർവശിക്കുള്ള പൊതിച്ചോറ്, അതേപോലെ തന്നെ വക്കീലിനുള്ള പൊതിച്ചോറ് കെട്ടിയിട്ട് പോകും. ആ കോടതിയിലുള്ള എല്ലാവർക്കും കുമ്പളപ്പം ഉണ്ടാക്കിയിട്ടും ഇതന്നെ എല്ലാ തവണ വന്താ സുട്ടാ പോണ റിപ്പീറ്റ്, വന്താ സുട്ടാ പോണ റിപ്പീറ്റ്, വന്താ സുട്ടാ പോണ റിപ്പീറ്റ്, ഇതേ സാധനം തന്നെ. സോ ഇതാകെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഇന്ദ്രൻസിന് മാത്രം. ഇന്ദ്രൻസ് കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയരാഘവനൊക്കെ എന്നോ കിടിലൻ ഒരു ആക്ടറാണ്. ആൾക്ക് എങ്ങനെയാണ്, ആദ്യത്തെ ഒരു സീൻ ഉണ്ട്, പിന്നെ ആള് ഭിത്തിയിലാണ്. അതേപോലെ തന്നെ അൽതാഫ് സലീമിന് ഒരു സീൻ ഉണ്ട്, പിന്നെ ആള് ദുബായി പോയി. ഉർവശിയൊക്കെ കോമഡി ചെയ്ത് വെറുപ്പിച്ചെന്ന് പറയാം. സനുഷൊക്കെ ടുവേർഡ്സ് എൻഡ് ആവുമ്പോൾ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. സോ എനിക്കൊരു ആവറേജിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നി. എന്റെ പൊന്ന് ചേച്ചി, ഒരു പമ്പ് സെറ്റ് തന്നെ അല്ലേ, പുതിയതൊന്നും മേടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇവർക്കൊരു പമ്പ് സെറ്റ് മേടിച്ചു കൊടുത്താലെങ്കിൽ ഇവരൊന്ന് നന്നാവുമെന്ന്. സോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. ജിയോ സിനിമാസിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, കാണേണ്ടവർക്ക് കാണാം. കീർത്തി സുരേഷിന്റെ ഒരു പടം കണ്ടു. സോ ഡൗൺഫോൾ ഓഫ് ആക്ട്രസ് എന്നൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കീർത്തി സുരേഷ്. എങ്ങനെ കിടിലനായി പടം ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ എല്ലാ കോമാളി പടത്തിലും കയറി അഭിനയിക്കുന്നുണ്ട്. സോ ഈ കൊച്ചു വേണം വെച്ച് ഈ കുട്ടിത്തം കാണിക്കുകയാണോ അതോ ശരിക്കും അങ്ങനെയാണോ എന്ന് അറിയാത്ത ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത അഭിനയമാണ് ഇപ്പൊ കീർത്തി സുരേഷിന്റെ. പറയുന്നത് രഘുത്താത്ത പറഞ്ഞ തമിഴ് സിനിമയെ പറ്റിയിട്ടാണ്. സോ ഈ സിനിമയിൽ നമ്മുടെ കീർത്തി സുരേഷ് ബാംഗ്ലൂർ ക്ലർക്കാണ്. സോ ആൾ ഹിന്ദിക്ക് എതിരാണ്. സോ പ്രൊമോഷൻ കിട്ടണം വെച്ച് ഹിന്ദി എക്സാം എഴുതണം പറയുമ്പോൾ എനിക്ക് പ്രൊമോഷൻ വേണ്ട പറഞ്ഞിട്ട് ഒരാളെ പ്രേമിക്കും. അയാളെന്ന് വെച്ചാൽ ലോക ഫ്രോഡാണെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആൾ പ്രൊമോഷൻ എഴുതി എടുക്കാൻ നോക്കുകയാണ്, ഹിന്ദി പഠിക്കാൻ നോക്കുകയാണ്. സോ അതാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ ടൈറ്റിൽ ബബിൾക്കം എന്നായിരുന്നു. റിപ്പീറ്റേഷൻ പറഞ്ഞാൽ ഫുൾ റിപ്പീറ്റേഷൻ ഓഫ് സീൻസിനെ വലിച്ചു നീട്ടി മനുഷ്യനെ വെറുപ്പിച്ച് കൊന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാൻ പറ്റിയ കൺസെപ്റ്റ് ആണ്, സീരിയസ് കൺസെപ്റ്റ് ആണ്. അതിനെ പിന്നെ സീരിയസ് ആയിട്ട് എടുത്തെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്.
സോ കണ്ടു തീർക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പേഷ്യൻസ് ടെസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ആൾക്കാരെ ഇട്ട് വെറുപ്പിക്കുന്നുണ്ട്. സോ ഇതിലെടുത്ത് എല്ലാ പടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വരും, അയ്യോ എന്റെ പേരക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റില്ല, ആ ഒരു വൃത്തികെട്ട കൺസെപ്റ്റിന് ഇതിലും വരുന്നത്. സോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. C5 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. എസ്പെഷ്യലി കീർത്തി സുരേഷ് ഫാൻസ് എന്തായാലും കാണേണ്ട ഒരു പടമാണ്. കില്ലിലെ വില്ലൻ ഇല്ലേ, രാഘവ് ജോയാൾ, ആളുടെ വില്ലനിസം എല്ലാവരും കണ്ടിട്ടുണ്ട്, ആളുടെ ഹീറോയിസം കണ്ടിട്ടുണ്ടോ? ആളുടെ ഒരു സീരീസ് ഇറങ്ങിയിട്ട് ആൾ പോലീസായിട്ട് ഗ്യാര എന്ന പേര് C5 റിലീസ് ആയിരിക്കും. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടില്ല കിഡിലൻ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ സീരീസ് തുടങ്ങി ഫസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ഇൻട്രോ ഉണ്ട്, ഗൂസ് ബംസ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കിള്ളി പറത്തുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. സോ സാധാരണ എല്ലാ സീരീസിലും ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഒരു കേസ് തന്നെ ആയിരിക്കും എല്ലാ എപ്പിസോഡിലും കാണിക്കുക. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 8 എപ്പിസോഡിന്റെ ഒരു സീരീസ് ആണ്, 3/4 മണിക്കൂറോളം ഉണ്ട് ഓരോ എപ്പിസോഡും. 3-4 കേസിന്റെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് കാണിക്കുന്നത്. സോ ഇതിൽ പെർഫോമൻസ് വൈസ് അഭിനയിച്ച എല്ലാവരും കിഡിലൻ തന്നെയാണ്. ഇവർ 3 ടീമാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരൊക്കെ കിഡിലൻ പെർഫോമൻസ് തന്നെയാണ്. സോ എന്തായാലും കാണാത്തവർ കാണാൻ, എനിക്കൊരു കൊറിയൻ സീരീസ് ആയി സിഗ്നലിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണെന്ന് തോന്നുന്നത്. പക്ഷെ കിഡിലൻ പെർഫോമൻസ്, അടിപൊളി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സീരീസ് ആണ്. സോ അത് കാണാത്തവർ എന്തായാലും ഇത് കണ്ടു നോക്കുക. C5 ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. 96 സിനിമ എല്ലാവർക്കും ഇഷ്ടമല്ലേ? സോ ഇതേപോലെ ബോളിവുഡ് ഒരു പടം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ അജയ് ദേവ്ഗൺ, തബു സ്റ്റാർ. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, കാരണം 2 ലൈൻ നീളമുള്ള പേര് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നായകൻ വന്നിട്ട് ജയിലിലാണ്. സോ ആള് ജയിലിൽ ഇരുന്ന് നമ്മുടെ നായികയെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. സോ ഇതിൽ നമ്മുടെ നായകൻ കണ്ണട ഊരിക്കഴിഞ്ഞാൽ ആളെ പിടിച്ച് അടിച്ച് തൂഫാനാക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുന്നുണ്ട്, അവൻ കണ്ണട ഊരിയോ നോക്ക്, കണ്ണട ഊരിയോ നോക്ക്. അപ്പൊ കണ്ണട പൊട്ടിപ്പോയി എങ്ങനെ മാസ് കാണിക്കും, അല്ല അറിയാൻ ചോദിച്ചാണ്. പിന്നീട് ആള് ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങണു, നമ്മുടെ നായികയെ കാണുന്നു. ക്രിഞ്ച് പറഞ്ഞ ക്ലാസ് ക്രിഞ്ച് സാധനം. ഇതിലെന്തൊരു നാടകമോ അല്ലെങ്കിൽ സീരിയലോ എടുത്തു വെച്ച പോലെയാണ് തോന്നുന്നത്. ഇമോഷണൽ കണക്ഷൻ പറയുന്ന സാധനം ഒട്ടുമില്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നാടകത്തിന് ഇട്ട് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയുണ്ട്. ഈ പടം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നുണ്ടായിരുന്നു. തബുവിന്റെയും അതേപോലെ തന്നെ അജയ് ദേവ്ഗണ്ണി പഴയ കാലം 2 പിള്ളേർ അഭിനയിച്ചത് അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതൊക്കെ എത്രയോ പടത്തിൽ വന്ന 96, അതുപോലെ സപ്തസാഗര, ആച്ച യെല്ലോ സൈഡ്, AB, അതിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ് തോന്നിയത്. സോ ഈ പടം കണ്ടിരിക്കാൻ ഭയങ്കര ക്ഷമ പറയുന്ന സാധനമാണ്. അത്യാവശ്യം നല്ല സ്ലോ പേസിൽ പോകുന്ന സാധനമാണ്. സോ നമ്മുടെ നായിക വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നായിക അജയ് ദേവ്ഗണ്ണെ ആളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. പിന്നെ അവര് തമ്മിൽ കുറച്ച് കോൺവെർസേഷൻ, അവസാനം എങ്ങനെയൊക്കെ പടം തീർന്നു. സോ സാധാരണ തബുവിന്റെ ഒക്കെ പടത്തിലൊക്കെ എല്ലാത്തിലും കിഡിലും പെർഫോമൻസ് ആയിരിക്കും. സോ തബുവും അതേപോലെ തന്നെ അജയ് ദേവ്ഗണ്ണും തമ്മിൽ വേറെ പടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് 10 പൈസയ്ക്ക് കൊള്ളാത്തൊരു പടമായിട്ട് എനിക്ക് തോന്നിയത്. ആമസോൺ പ്രൈമിൽ റെന്റിൽ വന്നിട്ടുണ്ട്. 99 രൂപ കൊടുത്ത് കാണാൻ വേണ്ടിയതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.